ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഈ എളിയദാസനെ അനുജനോർത്ത് ദൈവമഹത്വത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാനിട്ടത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ചില പ്രത്യേക ലക്ഷണങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടായിരുന്നു. അതായത് അറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം, അതീന്ദ്രിയ ജ്ഞാനതലം, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങൾ. അത് ചിലരൊക്കെ അതിൻ്റെ അടിയിൽ ചില കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ രസകരമായ കമൻറ്റുകളാണ്. ആ ഓരോ മനുഷ്യൻ്റെയും കമൻറ്റിൽ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവവും ആ വ്യക്തിയുടെ അറിവും അതിനകത്തുണ്ട്, അറിവും ജ്ഞാനവും അതിനകത്തുണ്ട്. ആ വ്യക്തിയുടെ അറിവ് ചിലപ്പോൾ ഷോർട്ട് ഫോമൊക്കെ ആയതുകൊണ്ട് കണ്ടൊന്നും മനസ്സിലാകുന്നില്ല. ചില കോഡുകളൊക്കെ ഇട്ട് ചില നമ്പറുകളൊക്കെ ഇട്ട് അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കമൻറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോയിട്ടോ, അത് പ്രശ്നങ്ങളായിരുന്നല്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇതാണ്: ഒരു വ്യക്തിയുടെ കമൻറ്റ് ആ സംഭവത്തെ എത്രമാത്രം അവർ ജ്ഞാനത്തിൻ്റെ തലത്തിൽ അവർക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ തലവും അവരുടെ ഈ വചനവും തമ്മിൽ അവരെങ്ങനെ അവർക്ക് അത് താരതമ്യം ചെയ്ത് പഠിച്ചു എന്നുള്ളത്. രണ്ട്, അറിവ് എന്ന് പറയുമ്പോൾ ടെക്നോളജി, ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ യുഗങ്ങളുടെ അന്തിമഘട്ടത്തെക്കുറിച്ചാണ് അറിവിൻ്റെ തലം എന്ന് പറയുന്നത്. അറിവിൻ്റെ തലവും ദൈവവചനവും തമ്മിലൊരു താരതമ്യം പല രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വരുത്തില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, പ്രത്യേകിച്ചും രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ ക്ലാസ്സാന്നൊക്കെ പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചോദിക്കുകയാണ്. നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാവുന്നതാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇത് വ്യത്യസ്തമായ തലമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടത്തുമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ ദാർശനികത അഥവാ പ്രബോധനപരം അഥവാ പ്രവാചക വരത്തിൻ്റെ അടിസ്ഥാനമായ അതീന്ദ്രിയ ജ്ഞാനതലമായ, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഇന്ദ്രിയം കൂടെ തലവ ജ്ഞാനം. ഒന്നുമല്ല. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നിസ്സാരമാണെന്നതിനർത്ഥം. അല്ലാതെ അതീന്ദ്രിയ ജ്ഞാനതലം എന്ന് പറയുമ്പോൾ ഏതോ വലിയ മഹാനായ വ്യക്തിക്കാണ് ഈ അതീന്ദ്രിയ ജ്ഞാനതലം എന്ന്. ഏറ്റവും മന്ദബുദ്ധിയായ, ഏറ്റവും പൊട്ടനായ, ഏറ്റവും വിവരമില്ലാത്ത, ഇംഗ്ലീഷ് പഠിക്കാത്ത, കണക്കൂട്ടാൻ അറിയത്തില്ലാത്ത, സമ്പത്തില്ലാത്ത, പാവപ്പെട്ടവനായ എന്നെപ്പോലുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് വലിയ തിയോളജിസ്റ്റുകൾ, വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസമുള്ളവർ, ജർമ്മൻ ഭാഷ പഠിച്ചവർ, ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് ഉള്ളവർ, MA, MSc, MCom, BBA, BBA, MBA, ME, അതങ്ങനെ കുറേ കോഴ്സുകൾ പഠിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർക്ക് കിട്ടുന്ന ജ്ഞാനമല്ല ഇത്. ഏറ്റവും നിസ്സാരനായ, ഏറ്റവും ബുദ്ധിബോധമില്ലാത്ത എന്നെപ്പോലെയുള്ളവർക്ക് കിട്ടുന്നതാണ് അതീന്ദ്രിയ ജ്ഞാനതലം. അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിനകത്ത് കേട്ട് കമൻറ്റ് എഴുതുന്നപ്പോലുള്ളവർക്ക് കിട്ടത്തില്ല. അതിന് കുറേ ലക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സംസാരം കേൾക്കണമെങ്കിൽ നോഹയെ പോലെ ആയിരിക്കണം. നോഹയ്ക്ക് എന്തായിരുന്നു പ്രത്യേകത? നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യത്വ ദിവസങ്ങളിലും. എന്താണ് നോഹയുടെ ദിനങ്ങൾ അല്ലെങ്കിൽ നോഹയുടെ പെട്ടതിൻ്റെ പ്രത്യേകത? ഇതിനകത്ത് കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അവരുടെ ഞാൻ ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് 2 ചോദ്യം. നോഹയുടെ ദിനങ്ങളുടെ പ്രത്യേകത എന്താണ്? നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോത്തിൻ്റെ നാളുകൾക്ക് എന്ന് പറയുന്നത്, ലോത്തിൻ്റെ നാളുകൾ എന്തായിരുന്നു? ഇപ്പോഴത്തെ ലോത്തിൻ്റെ നാളുകൾ എന്താണ്? കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ചോദിക്കുകയാണ്. അവർക്ക് ഇതിൻ്റെ ഉത്തരം തരാൻ പറ്റുന്നത് തരിക. മറ്റൊന്ന്, മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിൽ സർവശക്തനായ സ്വർഗീയ പിതാവ് എഴുതി വെച്ച വചനം പറയാം: അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ ഉഗ്ര സ്വഭാവമുള്ളവനും തന്ത്രശാലിയുമായ രാജാവ് ഉയർന്നു വരും. കണ്ടോ? അവിടെ ഗ്രഹിക്കാൻ കഴിവുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപം അതിൻ്റെ പൂർണ്ണഘട്ടം പ്രാപിക്കുമ്പോൾ, മനസ്സിലാവുന്നുണ്ടോ? ആ പാപത്തിൻ്റെ 1-ാം ഘട്ടം പർദീസയിൽ സാത്താൻ എന്ന് പറഞ്ഞ് അത് കാണാൻ കൗതുകമുള്ളത്, കേൾക്കാൻ സുഖമുള്ളത്, കണ്ണിന് കൗതുകമുള്ളത്, ആസ്വദിക്കാൻ നിറമുള്ളത്, മധുരം കുറച്ച് കൂടുതലുള്ളത്, ടേസ്റ്റ് കുറച്ച് കൂടുതലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറിച്ചോ തിന്നും പറഞ്ഞ് തീറ്റിച്ചു. അന്ന് ആകർഷകത്വമായിരുന്നു അതിൻ്റെ കൂടുതൽ.
അത് അവസാനം അവിടുന്ന് ഇങ്ങോട്ട് വളർന്ന് വളർന്ന് വന്ന് ബാബിലോൺ സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ അംശവും അളവും വണ്ണവും നീളമൊക്കെ കൂടി. അത് അവിടുന്ന് യേശുക്രിസ്തുവിൻ്റെ കാലം വന്ന് അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് പല ദേവതകളായിട്ട് മാറി. അഷിമ ദേവതകൾ, ബാൽ ദേവന്മാരെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ദേവതകളായിട്ട് മാറി. അഷിമ ദേവൻ, ലൈംഗിക ദേവത, രതിദേവൻ, അങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിലേക്ക് വന്നു. അതതിൻ്റെ ഭാവനാത്മകമായ പാപത്തിൻ്റെ തലമായിരുന്നെങ്കിൽ ഈ യുഗാന്ത്യത്തിൽ വന്നപ്പോൾ ആ പാപത്തെ തന്നെ ക്രിയേറ്റീവ് ചെയ്ത് പ്രവൃത്തി രൂപത്തിലാക്കി മനുഷ്യന് കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും തൊടുകയും സ്പർശിക്കുകയും ചെയ്യാവുന്ന വിധത്തിലാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് പാപം അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ, ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം, പാപി എന്ന് പറയുന്നത് പാപം ചെയ്യുന്നത്, അതിക്രമം എന്ന് പറയുന്നത് പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. അപ്പോൾ തിന്മയുടെ രൂപത്തിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ, ദുഷ്ടത, ക്രൂരത, ചതി, കൊള്ള, കൊല, വ്യഭിചാരം, അശ്ലീലങ്ങൾ, ആ രീതിയിലുള്ള ആ പ്രവൃത്തി, അതിൻ്റെ പ്രവൃത്തിയും ഭയാനകമായ രൂപത്തിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ പല വീടുകളിൽ സമാധാനം നഷ്ടപ്പെട്ടു, സഭയിൽ നഷ്ടപ്പെട്ടു, രാഷ്ട്രങ്ങളിൽ നഷ്ടപ്പെട്ടു, യുദ്ധങ്ങളിലേക്ക് വഴിതെച്ചു. യുദ്ധങ്ങൾ വന്നു കഴിയുമ്പോൾ സമാധാനത്തിന് വേണ്ടി അതിൻ്റെ നെട്ടോട്ടം ഓടുന്നു, പക്ഷേ കിട്ടുന്നതിനെ വീണ്ടും യുദ്ധം ചെയ്തു. അങ്ങനെ അതിക്രമം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ വരുമ്പോൾ എന്തു സംഭവിക്കും? മനുഷ്യ ഹൃദയങ്ങളിലെ സമാധാനമോ സ്നേഹമോ സന്തോഷമോ ചിരിക്കാനുള്ളൊരു താല്പര്യമോ മാന്യമായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ച പ്രശ്നം തീർക്കാവുന്നതിന് വേണ്ടി ഒരു മാന്യമായ സംഭാഷണം ഒന്നും സമയമില്ല, താല്പര്യമില്ല, ഇഷ്ടമില്ല, അതിനോട് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 വ്യക്തികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, ചില ദമ്പതികളൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അവർക്ക് തമ്മിൽ ദൈവികമായ വിശ്വാസവും വിശുദ്ധിയും ഒന്നുമില്ല, ഒരു യാന്ത്രിക രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, കല്യാണം കഴിഞ്ഞ് 2 വർഷം 3 വർഷങ്ങൾ ഭയങ്കര ബോറാണ്, ജീവിതം വളരെ കടുപ്പമാണ്, വിവാഹ ജീവിതത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥ, ഡൈവോഴ്സിന് പോയാലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. പാപം അതിൻ്റെ ആ അതിക്രമികളുടെ അതിക്രമം പൂർണ്ണരൂപത്തിലേക്ക് വരികയാണ്. മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ ഒരു മറ്റു തലമാണ് ഇനി വരാൻ പോകുന്ന ഒറിജിനൽ റിയാലിറ്റി ആയിട്ടുള്ള സോദോം ഗൊമോറ. അപ്പോൾ ഇതിനകത്തൊരാൾ വേണ്ടത് എന്തിനാ പതിനെ അണുവായുധത്തിൻ്റെ ആവശ്യമൊക്കെ, ദൈവത്തിന് അണുവായുധത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ, ഈ മനുഷ്യരുടെ അണുവായുധം വല്ലതും ദൈവത്തിന് ആവശ്യമുണ്ടോ ഒക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റൊക്കെ ഇട്ട്, നല്ല രസകരമായ കമൻറ്റൊക്കെ കേൾക്കുന്നത്. ആ വ്യക്തികളുടെയൊക്കെ കമൻറ്റിൽ കർത്താവിന് അണുവായുധം ഉള്ളത് കൊണ്ടാണ് കർത്താവ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? കർത്താവിൻ്റെ അതായത് ദൈവത്തിന് കോപമുണ്ട്, ക്രോധമുണ്ട്. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ, അസഹിഷ്ണുമായ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും മനുഷ്യനെ കൊണ്ട് തന്നെ ഉന്മൂലനം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ മേൽ തന്നെ അതിക്രമം ചെയ്ത് മനുഷ്യൻ കാണാനും കേൾക്കാനും ഉപയോഗിച്ച ആ തിന്മയുടെ വസ്തുക്കളിൽ തന്നെ അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ ചതിയും വഞ്ചനയും വേദനയും ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അണുബോംബ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും? പറയേണ്ട ആവശ്യമൊന്നും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തായിരിക്കും? ഇവിടെ ചെറിയ പ്രശ്നം വന്നപ്പോൾ ഗ്യാസ് ഇല്ലാണ്ടായിപ്പോയി. ഗ്യാസ് നഷ്ടം വന്നപ്പോൾ പല വീട്ടിലും തീ പുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകും. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസും പെട്രോളും അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ഭക്ഷണവും കൂടെ കൂടുതൽ അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താവും? അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ തിന്മയ്ക്കുള്ള അടി, ഈ തിന്മയ്ക്കുള്ള ശിക്ഷ, ദൈവം ഒരുക്കുന്ന ശിക്ഷ അനുഭവിച്ച് മനുഷ്യൻ സർവശക്തനായ ദൈവത്തിലേക്ക് ഒന്നെങ്കിൽ തിരിയണം, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല, ഈ ദൈവം എന്ന് പറയുന്ന സംഭവമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സാത്താനെ മതി പറഞ്ഞ് അങ്ങോട്ട് പോകണം. രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാവണം. അല്ലാതെ ഇച്ചിരി ദൈവവും ഇച്ചിരി സാത്താനും പറഞ്ഞ് നിൽക്കുന്നവരെ കർത്താവിന് ആവശ്യമില്ല. അപ്പോൾ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം ഭാവിക്കുമ്പോൾ തന്ത്രശാലിയായ ഒരു രാജാവ് ഉയർന്നു വരും. ഇനി നമുക്ക് കാത്തിരിക്കുന്ന ഭാഗം അതാണ്. ഇപ്പോൾ നമ്മൾ കാണുകയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ, ഇറാൻ്റെ നേതൃത്വത്തിലൊക്കെ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇവിടെ തന്ത്രപരമായ ഒരാൾ വന്നിട്ടില്ല. അങ്ങനെ തന്ത്രപരമായ ഒരു വ്യക്തി വരാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ യുദ്ധത്തെ അടുത്ത വളരെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അടുത്ത യുദ്ധത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? പാപികളുടെ അതിക്രമത്തിൻ്റെ രൂപത്തിലേക്ക് വരും. അപ്പോൾ അറിയാം അതിൻ്റെ കാര്യങ്ങൾ. മനുഷ്യൻ ചെയ്തു കൂട്ടിയ, പറഞ്ഞുകൂട്ടിയ, കണ്ടുകൂട്ടിയ തിന്മയുടെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ദുഷ്ടതയുടെയും ക്രൂരതയുടെയും ചതിയുടെയും വഞ്ചനയുടെയും വേദന അത് ചെയ്ത വ്യക്തികൾക്കും അതിനോട് സപ്പോർട്ട് ചെയ്തവർക്കും അതിനെ അംഗീകരിച്ചവർക്കും അല്ലെങ്കിൽ അതിൻ്റെ സമ്പത്ത് നുകർന്നവർക്കും ഒക്കെ കർത്താവ് ശിക്ഷയായിട്ട് കൊടുക്കും. അപ്പോൾ കർത്താവിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കർത്താവ് പിന്നെ സ്നേഹമയി ആയ ദൈവമായതുകൊണ്ട് സോദോം ഗൊമോറയെ മാത്രമേ കർത്താവ് ഇട്ടുള്ളൂ. തീയും അത് വർഷിച്ച് അന്ന് നശിപ്പിച്ചുള്ളൂ.
എന്നാൽ ഇനി കർത്താവ് നശിപ്പിക്കുന്നത് അങ്ങനെയല്ല. കർത്താവ് ഒറ്റയടിക്ക് സെക്കൻഡ് ഏറ്റവും അവസാനം നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഇനി കർത്താവ് നശിപ്പിക്കുന്നത് അങ്ങനെയല്ല. കർത്താവ് നശിപ്പിക്കുന്നത് കുറേശ്ശെ അങ്ങ് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഒരു 500 അനുഭവം ഒരു ഭൂഖണ്ഡത്തിൽ പൊട്ടിക്കുക, അല്ലെങ്കിൽ ഒരു 1000 എണ്ണം ഉത്തര ധ്രുവത്തിൽ പൊട്ടിക്കുക. അപ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ട് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുക, ഭക്ഷണം ഇല്ലാണ്ടാകുക, ഗ്യാസ് ഇല്ലാതെയാവുക, കറണ്ട് ഇല്ലാണ്ടാകുക, ടെലികമ്മ്യൂണിക്കേഷൻ നിന്നു പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരിക. അതിനൊക്കെ വേദന മനുഷ്യൻ അനുഭവിച്ചേ പറ്റും. കാരണം ഇത്രയൊക്കെ ആയിട്ടും ആർക്കും ബുദ്ധിബോധം വരുന്നില്ല. കർത്താവായി യേശു ക്രിസ്തു രണ്ടാമതും വരാറായിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വിഷമമാണ്. പിന്നെ രക്ഷിക്കപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ രക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരാളുടെ കമൻറ്റ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കേട്ട് എനിക്ക് തോന്നി ഇപ്പോൾ നാളെ തന്നെ അദ്ദേഹം റാപ്ചർ എന്ന് പറഞ്ഞ് നേരെ മേലേക്ക് പൊങ്ങിപ്പോകുന്ന തോന്നുന്ന ലക്ഷണമുള്ള റാപ്ചർ. രക്ഷിക്കപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് റാപ്ചർ എവിടെയാണ് ചോദിച്ചേക്കുന്നത്, അതിൻ്റെ അർത്ഥം അതുപോലും അവർക്ക് അറിയത്തില്ല. ഒന്നും അറിയത്തില്ലാത്ത കുറേ ആൾക്കാരും ഇതിനകത്തുണ്ട്. അവരാണ് ഏറ്റവും അറിയാതെ കൊണ്ടിരിക്കുന്നത് റാപ്ചർ. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പാപം അതിൻ്റെ പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ തന്ത്രശാലിയായ രാജാവ് ഉണർന്നു വരികയും അവൻ ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഈ പാപത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് ലോകത്ത്. അവർക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയ ദൈവം തന്നെ ഒരുക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ശരിയായിക്കോളും. രക്ഷിക്കപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെടാൻ ഇനിയും ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ മുഖത്ത് അവരുടെ മേൽ ഇറങ്ങി വരും. അവർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്ന സമയം വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെ കുറച്ചുകൂടി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരാം. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരികയും വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആരാധിപ്പിക്കുകയും വചന പോഷണം നടത്തുകയും രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരും, അല്ലാതെ കൂതാശകളൊക്കെ പരികർമ്മം ചെയ്യുന്നവരും, അങ്ങനെ എല്ലാ വിധത്തിലും ക്രിസ്തു എൻ്റെ കീശയിലാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ കുറേ ആളുകളുണ്ട്. എന്നാൽ അവരുടെ രാത്രി 10 മണി 8 മണിയൊക്കെ ആകുമ്പോഴുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ കർത്താവ് അതിൻ്റെ രണ്ടും തീരുമാനം ഉടൻ തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരനെ, നിങ്ങളുടെ കമൻറ്റുകൾ ധൈര്യമായിട്ട് ഇട്ടോ കേട്ടോ. അത്ര കമൻറ്റ് ഇട്ടു, പ്രശ്നം ഞാൻ സ്വീകരിക്കും. എനിക്ക് ഇഷ്ടമാണ്. ചീത്ത മോശം എത്ര നല്ല ഇട്ടാലും മോശം ഇട്ടാലും അവരുടെ സ്വഭാവം മനസ്സിലാക്കണം. മോശമായ കമൻറ്റ് വരുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കമൻറ്റുകൾ വിലയിരുത്തിക്കൊണ്ടിരുന്ന ക്ലാസ്സുകളുണ്ട്, കമൻറ്റുകളുണ്ട്. അത് അവരതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെങ്ങനെ ഗ്രഹിക്കുന്ന അടിസ്ഥാനത്തിലാണ് അവർ കമൻറ്റ് ഇടുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് കമൻറ്റൊന്നും പ്രശ്നമല്ല. വളരെ രസകരമായ കമൻറ്റുകൾ കേൾക്കാൻ നല്ല രസം തന്നെയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പാപം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരാൻ പോവുകയാണ്. പാപം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്നതായിരുന്നു. മനസ്സുകൊണ്ട് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് പാപം. അപ്പോൾ മനസ്സിൻ്റെ തലം ബുദ്ധിയുടെ തലം ഇന്ദ്രിയത്തിൻ്റെ തലത്തിൽ ഇത് ഉള്ളിലേക്ക് കയറി വന്നു കഴിയുമ്പം പിന്നെ അത് പ്രവൃത്തി രൂപത്തിൽ പുറത്തു വരണം. ആ പ്രവൃത്തി രൂപത്തിൽ പുറത്തു വരുന്ന തിന്മകളാണ്. പിന്നെ പുറത്തു വരുന്നത് പാപമല്ല, പ്രവൃത്തിയാണ്, പ്രവൃത്തി രൂപമാണ്. അപ്പോൾ ഒരാളെ തെറി വിളിക്കണം, ഒരാളുടെ 2 തെറി പറയണം വിചാരിച്ച് ഒരു 2 ആഴ്ച നടന്നു. അവനെ കണ്ട് സൗകര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ തെറി പറയുക, ഒരു അടിയും കൂടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി രൂപം വന്നു. എന്നതുപോലെ തിന്മ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ലോകത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ഇനി ലോകത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങൾ അതിഭയാനകവും അതിമാരകവുമായിരിക്കും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണ വിശുദ്ധിയിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് അതിൻ്റെ നിബന്ധനകളടക്കം അതിൻ്റെ പ്രൊസീജിയേഴ്സ് അടക്കം വ്യക്തമായി ലിഖിത രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഒറ്റ വ്യക്തികളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരിലും ഒരു 60% 50% ഒക്കെ ക്രിസ്തു ജ്ഞാനവും അതിൻ്റെ പ്രഘോഷ ശുശ്രൂഷകളും അല്ലെങ്കിൽ ആത്മീയ തലമുണ്ടെങ്കിലും കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെ ഒരുങ്ങാനാണ്, വെളിപാട് ഗ്രന്ഥത്തിൽ സർവശക്തനായ ഈശോ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുങ്ങുന്നവർക്കാണ് നിത്യജീവനും നിത്യതയും ഉണ്ടാകും. അല്ലാതെ പെട്ടെന്നെല്ലാം കൂടെ മേലേക്ക് എടുത്ത് പോരെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊന്നും വിശുദ്ധത്തിൽ എഴുതി വെച്ചിട്ടില്ല. അതാർക്കുമില്ല. കാരണം കർത്താവ് പറയുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നൊരു വചനം വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവായിട്ട് ഒരുങ്ങുന്ന നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷ്മതയോടെ വളരെ ഗൗരവപരമായിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടുവെന്നോ, ഞാൻ രക്ഷയുള്ളവനാണെന്നോ, ഞാൻ രക്ഷിക്കപ്പെടാൻ കഴിവുള്ളവനാണെന്നോ ഒക്കെ ഞാനാണെപ്പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും എനിക്ക് കാര്യമൊന്നും, എനിക്ക് ഒരു രക്ഷയുണ്ടാവില്ല, ഞാനൊന്നും നിങ്ങളൊന്നും കണക്കില്ല. അതിൻ്റെ നിബന്ധനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് ആ രീതിയിൽ ഒരുങ്ങുന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ നിത്യത അല്ലെങ്കിൽ നിത്യജീവൻ എന്ന ആ മഹത്തായ സംഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ കർത്താവായ യേശു നിങ്ങളെല്ലാം സമൃദ്ധം അനുഗ്രഹിക്കുമാറാട്ടെ. യേശു ക്രിസ്തു തിരുത്വം നമ്മെ ഓരോ പാപത്തിൽ വശി നമ്മളെ രക്ഷിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുലിഖിതം എന്നെ ശക്തീകരിക്കുകയും
ധൈര്യപ്പെടുത്തുകയും ജ്ഞാനമുള്ളവനാക്കുകയും വിശുദ്ധിയും വിവേകവും സത്യസന്ധവും നീതിബോധം നിലനിർത്തുകയും ചെയ്യാൻ ഉപകരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ തിരുലിഖിതവും വചനവും പരിശുദ്ധാത്മാവ് എന്ന ആ പരമസത്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ രൂപപ്പെടുത്തുവാൻ ഇടവരട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും വരദാനങ്ങളും സ്നേഹവും സഹിഷ്ണുതയും സഹനവും വിട്ടുവീഴ്ചയും നന്മപ്പെടുത്തി ചെയ്യാനുള്ള ത്വരയും തീഷ്ണതയും എല്ലാം നിൽക്കുമാറാകട്ടെ. അങ്ങനെ നിറയുന്ന പരിശുദ്ധാത്മ നിറയുമ്പോൾ എനിക്ക് എൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ എൻ്റെ ദൈവമായ യേശു ഞാനും തമ്മിൽ ഒരു ആത്മീയ ബന്ധം വിശുദ്ധിയുടെ തലത്തിൽ രൂപപ്പെടുത്താൻ ഇടവരട്ടെ. അതിന് പ്രബോധനം വേണം, പ്രവർത്തന ജ്ഞാനം വേണം, വിശുദ്ധി വേണം, വിവേകം വേണം, നീതിബോധം വേണം, സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം, സഹനശക്തി വേണം, ജ്ഞാനം വേണം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മൾ തരും. അല്ലാതെ ഒന്നും രണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് പറന്ന് മേലേക്ക് പോകുന്ന കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയം വരുമ്പോൾ അവർക്ക് ബോധ്യമാകും. അങ്ങനെയൊന്നും അക്കരെ പിടിക്കാൻ പറ്റില്ല. അതിന് വ്യക്തമായ കാഴ്ചപ്പാടത്തിൽ കൂടെ തന്നെ പോകണം അവർക്ക് മനസ്സിലാവും. അതിനാൽ നമ്മെ ഒരു സമൃദ്ധമായി നീതിയിലേക്ക് മാറട്ടെ. ആമേൻ.